ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ ഫസ്റ്റാണ്, ആഹാരത്തിലൂടെ ആരോഗ്യം. വളരെ പോഷകഘടകങ്ങളെക്കുറിച്ചും വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണിത്. വൈറ്റമിൻസിനെ പറ്റിയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കേരള PSCയിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനായിട്ട് ഒരു പാരൻറ്റ് തൻ്റെ കുട്ടിയുമായിട്ട് വന്ന് ഡോക്ടറുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന ഒരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. പാരൻറ്റ് തൻ്റെ കുട്ടിയുമായിട്ട് വന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, എന്താണ് ചെയ്യേണ്ടത്? അന്നേരം ഡോക്ടർ പറയാണ്, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. ഇങ്ങനെ ഡോക്ടറും അമ്മയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. എന്താണ് പോഷകാഹാരം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആഹാരത്തെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറയുകയാണ് ഈ ഫസ്റ്റ് പേജിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ഒരു ആക്ടിവിറ്റിയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. ചില ഭക്ഷ്യവസ്തുക്കളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ എന്ന് പറയുന്നുണ്ട്. ചിത്രം എയിൽ ധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചിത്രം ബിയിൽ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്, ചിത്രം സിയിൽ പച്ചക്കറികൾ കൊടുത്തിട്ടുണ്ട്, ചിത്രം ഡിയിൽ പയറുവർഗ്ഗങ്ങൾ, ചിത്രം ഇയിൽ ഇലവർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്, ഇഷ്ടമില്ലാത്തവയുണ്ടോ, എന്തുകൊണ്ട് ചർച്ച ചെയ്യൂ. ഇനി അടുത്ത് കുട്ടികൾക്കൊരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾ കഴിക്കാറുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം ഇവ എന്തൊക്കെയാണെന്ന് പട്ടികപ്പെടുത്താനാണ് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കൂ. അടുത്ത 2 കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്, നോക്കാം. 3 കുട്ടികളാണ് നിൽക്കുന്നത്. ആദ്യത്തെ കുട്ടി പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. അപ്പോൾ അടുത്ത ആൾ പറയുകയാണ്, എനിക്കിഷ്ടം പുട്ടും പഴവുമാണ്. മൂന്നാമത്തെ ആൾ പറയുകയാണ്, ഞാൻ ദിവസവും ന്യൂഡിൽസ് കഴിക്കാറുണ്ട്, അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി തരും. 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം എഴുതൂ, ക്ലാസ്സിൽ അവതരിപ്പിച്ച് കാരണം വിശദീകരിക്കൂ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വീണ്ടും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ശേഷം ആഹാരം എന്തിന് എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തുടങ്ങുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മുടെ ആഹാരത്തെ പറ്റി പ്രധാനപ്പെട്ട ഒരു ബോക്സാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യം എന്ന പേരിലൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ LP UP എക്സാമിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ SCERT പുസ്തകത്തിൽ തന്നിട്ടുള്ള ഓരോ ബോക്സും ഓരോ പോയിൻറ്റ്സും വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ കുട്ടികളോട് ചോദിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. നമ്മളതിന് ആൻസർ കണ്ടെത്തി തന്നെ പഠിച്ചു പോകണം. കാരണം ഇനി കോമ്പറ്റീഷൻ കൂടിയ സമയമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. അതുമാത്രമല്ല SCERTയുടെ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ SCERT പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഓരോ പോയിൻറ്റും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സമയം കളഞ്ഞതിന് സോറി. നമുക്ക് ബോക്സിലേക്ക് പോകാം. നമ്മുടെ ആരോഗ്യം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. അപ്പോൾ പോഷകഘടകങ്ങൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. അടുത്ത് പ്രധാനപ്പെട്ട് പറയുകയാണ്, ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഇനി അടുത്ത് ഈ കുറിപ്പ് തന്നിട്ട് പറയാണ്, കുറിപ്പ് വായിച്ചല്ലോ, താഴെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് കുറിപ്പ് വിശകലനം ചെയ്യൂ. പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ്?
പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എന്ത് പോഷകം കിട്ടുന്നത്? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന് ആഹാരത്തെപ്പറ്റിയും പോഷകസമൃദ്ധമായ ആഹാരത്തെപ്പറ്റിയുള്ള ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. കണ്ടെത്തിയ വിവരങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ആഹാരത്തിലെ പോഷകഘടകങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാം. അടുത്ത ഊർജ്ജം ലഭിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഊർജ്ജത്തെ പറ്റി ഒരു ചെറിയൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 2 കുട്ടികൾ തറയിൽ ഇരുന്നു കൊണ്ട് കളിക്കുകയാണ്. ഒരു കുട്ടി പുസ്തകം വായിക്കുകയാണ്. 2 കുട്ടികൾ ബലൂൺ കളിക്കുകയാണ്. അടുത്തതായിട്ട് കുറച്ച് കുട്ടികളെ ചേർന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും വിവിധ തരത്തിലുള്ള ഊർജ്ജമാണ് ആവശ്യമായി വരുന്നത് അല്ലേ? ഈ തറയിലിരുന്ന് കളിക്കുന്ന കുട്ടികൾക്കും അവിടെ ഇരുന്ന് പുസ്തകം വായിക്കുന്ന കുട്ടിക്കും ബലൂൺ കളിക്കുന്ന കുട്ടികൾക്കും വളരെ ഊർജ്ജം ആവശ്യമായി വരുന്നില്ല. എന്നാൽ ഫുട്ബോൾ കളിച്ച് പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് ധാരാളം ഊർജ്ജം ആവശ്യമായി വരുന്നു എന്ന് നമുക്ക് ഈ പിക്ചറിൽ നിന്നും മനസ്സിലാക്കാം. അടുത്തതായി, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്? നമ്മൾ ആ ചിത്രങ്ങൾ നോക്കിയായിരുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജ്ജം ആവശ്യമല്ലേ? ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണോ ഊർജ്ജം ആവശ്യമുള്ളത്? ഇതിനെല്ലാം വേണ്ട ഊർജ്ജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വിവിധ തരത്തിലുള്ള ഊർജ്ജമാണ് ഈ കളികൾക്കെല്ലാം ആവശ്യമായി വരുന്നത്. ഇതിനെല്ലാം വേണ്ട ഊർജ്ജം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ആരോഗ്യത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അന്നജമാണ്. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ് എന്നാണ് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ഞാൻ എന്നും പാൽ കുടിക്കാറുണ്ട്. പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമുണ്ടോ? നിങ്ങളുടെ ഊഹം എന്താണ്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമുണ്ടോ? ഇല്ല. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. അന്നജമുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിനായിട്ട് നടത്തുന്ന ഒരു പരീക്ഷണമാണ് ഇത്, അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റിന് ആവശ്യമായ സാമഗ്രികൾ: 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. പ്രവർത്തനം ഇങ്ങനെയാണ്. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്നിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പാലും രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഇനി ഇവ ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കൂ. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കുക. നിങ്ങൾ കഴിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കുക. കണ്ടെത്തൽ പട്ടികയിൽ രേഖപ്പെടുത്തും. അപ്പോൾ അന്നജം അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിൽ എന്ത് നിറവ്യത്യാസം വരും? നീല നിറത്തിലുള്ള വ്യത്യാസം ഉണ്ടാകും. അയഡിൻ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഭക്ഷ്യവസ്തുക്കളും അയഡിൻ ലായനി ചേർത്തപ്പോഴുള്ള നിറം മാറ്റവും അത് ഫില്ല് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ അന്നജത്തിൻ്റെ സാന്നിധ്യമുള്ളത് കാരണം ഡീപ്പ് ബ്ലൂ കളറായി മാറുന്നുണ്ട്. അതേസമയം വെള്ളരിയിൽ അന്നജത്തിൻ്റെ സാന്നിധ്യമില്ല, അതുകൊണ്ട് തന്നെ നോ കളർ ചേഞ്ചാണ്. മൈദയിലാണെങ്കിൽ ചെറിയ അളവിൽ അന്നജത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ അത് ലൈറ്റ് ബ്ലൂ കളറായി മാറുന്നു. മുട്ടയുടെ വെള്ളയിലാണെങ്കിൽ നോ കളർ ചേഞ്ചാണ്. ഇനി അന്നജം അയഡിനുമായി ചേരുമ്പോൾ
ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. അന്നജം അയഡിനുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. അന്നജത്തിൻ്റെ അളവനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകും. നിങ്ങൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കളിൽ ഏതെല്ലാമാണ് അന്നജം കൂടുതലായി ഉള്ളതെന്ന് അയഡിൻ ലൈൻ ചേർത്തപ്പോൾ ഉണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്തൂ. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വീണ്ടും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അധിക വായനയ്ക്കെന്ന് പറഞ്ഞിട്ടൊരു ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ബോക്സും ഓരോ പോയിൻറ്റും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറുധാന്യങ്ങൾ. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ച് വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പം ചെറുധാന്യങ്ങളുടെ വിഭാഗത്തിൽ വരുന്നവ ഏതൊക്കെയാണ്? റാഗി, ബജ്ര, തിന, ചോളം, ചാമ. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ. നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? പോരാ. മറ്റെന്തെല്ലാം പോഷകഘടകങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റിന് ശേഷം അടുത്ത് പറയുന്നത് പ്രോട്ടീനെ പറ്റിയാണ്. ഇവിടെയും ഒരു ഡോക്ടറും ഒരു പാരൻറ്റും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണുന്നത്. പാരൻറ്റ് പറയുകയാണ്, ഒന്നും ചെയ്യാൻ മോൻ ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. അന്നേരം ഡോക്ടർ പറയുകയാണ്, കുട്ടിക്ക് വളർച്ച കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണം. കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടികൾ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വായിക്കൂ. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഇവ കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം കോഷ്യോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോഷ്യോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇനി പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷകഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഇവ ഊർജവും നൽകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സിൽ നിന്നും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്? ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. അവ തിരിച്ചറിഞ്ഞ് എഴുതൂ. പറയേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയാണ്? പയർ, പനീർ, കശുവണ്ടി, നിലക്കടല, മാംസം, മത്സ്യം, മുട്ട, പാല്. ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? ചർച്ച ചെയ്യൂ. നിങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടാവുമല്ലോ. അവരിൽ പ്രോട്ടീൻ്റെ കുറവുണ്ടാകാതിരിക്കാൻ ആഹാരത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം? പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അടുത്ത കൊഴുപ്പിനെ പറ്റിയാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും നമ്മൾ നോക്കി. ഇനി അടുത്ത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. ഓക്കെ, ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കൊഴുപ്പിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിലൊരു തുള്ളി എണ്ണ ഒഴിക്കൂ. പേപ്പർ നിരീക്ഷിക്കൂ. ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യും ഒഴിച്ചു നോക്കൂ. എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിരീക്ഷിച്ച് കൊഴുപ്പിൻ്റെ സാന്നിധ്യം തിരിച്ചറിയൂ. താഴെ പറയുന്ന ആഹാര വസ്തുക്കൾ പേപ്പറിൽ ഉരച്ച് ഇതേ പരീക്ഷണം ചെയ്യൂ. നിരീക്ഷണം പട്ടികപ്പെടുത്തൂ. നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ.
ആഹാരവസ്തുക്കൾ നിരീക്ഷണ ഫലവും കുട്ടികൾക്ക് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിപ്സിൽ എണ്ണമയമുള്ളതിനാൽ കൊഴുപ്പുണ്ടാകാം. പച്ചവാഴയ്ക്ക, അതിൽ പച്ചവാഴയ്ക്കാണല്ലേ, അതിൽ എണ്ണമയം അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. ചതച്ച എള്ള്, ഉണങ്ങിയ തേങ്ങ, ചതച്ച നിലക്കടല ഇവയിലൊക്കെ എണ്ണയുടെ സാന്നിധ്യം ഉണ്ടാവാം. നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരെഴുതൂ. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാൽ, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. എവിടെ നിന്ന്, ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നുമാണ്? സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏതൊക്കെയാണെന്ന് എഴുതൂ. ഇവിടെ ആദ്യത്തെ പിക്ചറിൽ ഓയിൽ കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട്, സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത നെയ്യ് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത മത്സ്യഗുളിക, എന്താണ്, മത്സ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് ബട്ടറാണ് കൊടുത്തിട്ടുള്ളത്, അത് മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത് തേൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നേരത്തെ എനിക്ക് മാറിപ്പോയി, ലാസ്റ്റ് തന്നിട്ടുള്ള പിക്ചറിൽ ലാസ്റ്റത്തത് തേനല്ല, ഞാൻ തേനെന്നാണ് പറഞ്ഞത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇവയെ സസ്യജന്യ കൊഴുപ്പുകൾ, ജന്തുജന്യ കൊഴുപ്പുകൾ എന്നിങ്ങനെ തരംതിരിച്ചെഴുതും. സസ്യജന്യ കൊഴുപ്പുകളിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ പെടുന്നതാണ്. ജന്തുജന്യ കൊഴുപ്പുകളിൽ മത്സ്യ എണ്ണ, നെയ്യ്, ബട്ടർ ഇതെല്ലാം ഉൾപ്പെടും. പച്ചക്കറി, അരി, ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്താകാം കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങി ഗുരുതര രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. അടുത്ത് വിറ്റാമിനുകളെ പറ്റിയാണ് പറയുന്നത്. വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കിയാലോ? വീണ്ടും ഒരു ഡോക്ടറും ഒരു പാരൻറ്റും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ്. ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു. എന്താണ് കാരണം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കാം. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മോണയിലെ രക്തസ്രാവം എന്തിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അവയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത് ബോക്സിൽ. വിറ്റാമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടതാണ്. വിറ്റാമിൻ ബി വേണ്ടത് തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വിറ്റാമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വിറ്റാമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. ഈ വിറ്റാമിൻ കെയും വിറ്റാമിൻ എയും വിറ്റാമിൻ ബി ഇതെല്ലാം പലതവണ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ത്വക്കിൻ്റെ ആവശ്യമായ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും. വൈറ്റമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കുമാണ് വൈറ്റമിൻ ഡി ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലുകളുടെ തേയ്മാനം, പല്ലുകളുടെ തേയ്മാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകാം. പട്ടിക വിശകലനം ചെയ്തല്ലോ. വിറ്റാമിനുകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്ന് കുട്ടികൾക്കായിട്ട് ഒരു പ്രവർത്തനവും കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും. എന്താണ് വിറ്റാമിൻ ഡി? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണിത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കാണാം. ഇത്
വളരെയധികം പ്രാവശ്യം നമ്മുടെ PSC പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. ഓക്കെ, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് എന്ന് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. ആൻസർ കണയാണ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇതായിട്ട് പറയുന്നത് വിറ്റാമിനുകളുടെ കുറവ് മൂലമുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരങ്ങൾ കഴിക്കണം, വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്ന് പട്ടിക നിരീക്ഷിച്ച് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ടൊരു പട്ടികയാണ് തന്നിട്ടുള്ളത്. വിറ്റാമിനുകളും അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണ്? മത്സ്യം, ക്യാരറ്റ്, ചീര, മധുരക്കിഴങ്ങ് തുടങ്ങിയവയിലെല്ലാം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ബി മട്ടയരി, മുട്ട, പാൽ, മത്സ്യം, ധാന്യങ്ങൾ ഇവയിലെല്ലാം വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി നെല്ലിക്ക, നാരങ്ങ, മാങ്ങ തുടങ്ങിയവയിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ ഡി മത്സ്യം, മുട്ട. വൈറ്റമിൻ ഇ നിലക്കടല, ബദാം. വിറ്റാമിൻ കെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ചീര തുടങ്ങിയവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധയിനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ? വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? അപ്പം വിറ്റാമിൻ ബി, സി വെള്ളത്തിൽ ലയിക്കുന്ന, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനും ചോദിച്ചിട്ടുള്ളതാണ്. വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. പിന്നെ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. അടുത്തത് ഭക്ഷണത്തിലെ ധാതുക്കളാണ് പറയുന്നത്. ഒരു അനൗൺസ്മെൻറ്റാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണെന്ന് സ്കൂളിലെ ഒരു അനൗൺസ്മെൻറ്റാണ് ഈ കാണിക്കുന്നത്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന പോർഷനിലേക്കാണ്. സ്കൂളിലെ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചില്ലേ? എന്തിനാണ് കുട്ടികൾ അയൺ ഗുളിക നൽകുന്നത്? കുട്ടികൾക്ക് അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്, അവ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായമാകുന്നത് എങ്ങനെയാണെന്ന് ഒരു പട്ടിക തന്നിട്ടുണ്ട്. പട്ടിക വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ധാതുക്കൾ ഏതൊക്കെയാണ്? അയൺ, കാൽസ്യം, അയഡിൻ. അയൺ ലഭിക്കുന്ന ആഹാരം ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ തുടങ്ങിയവയിലൂടെ അയൺ നമുക്ക് ലഭിക്കാം. പ്രാധാന്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത് കാൽസ്യം നമുക്ക് കിട്ടുന്നത് മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം എന്നിവയിലൂടെയാണ്. പ്രാധാന്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നു. അയഡിൻ കടൽ വിഭവങ്ങളിൽ നിന്നുമാണ് ലഭിക്കുക. പ്രാധാന്യം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സ് തന്നെയാണ്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതാണ്. ശ്രദ്ധയോടുകൂടെ പഠിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇതിൽ സബ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? ഇത് ലഭിക്കാൻ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ധാതു അയണാണ്. ഇത് ലഭിക്കാനായിട്ട് ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? കടൽ വിഭവങ്ങളിൽ നിന്നുമാണ് നമുക്ക് അയഡിൻ ലഭിക്കുക. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യൂ. മുട്ട, പാൽ, മത്സ്യം, ഇലക്കറികൾ ഇവയിൽ നിന്നുമാണ് നമുക്ക് കാൽസ്യം ലഭിക്കുന്നത്. ഇവ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടപിടിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്.
ഹീമോഗ്ലോബിൻ എന്താണെന്നാണ് പറയുന്നത്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഇതിൽ നിന്നും ഈ 2 തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ ഏത് രോഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു അതും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതായിട്ട് അപര്യാപ്തത രോഗങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് വരുന്നത്. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനിയൊരു ബോക്സ് നമുക്ക് വരുന്നുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വിറ്റാമിനും അവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് നോക്കുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഗ്ലോസിറ്റിസ്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും അല്ലെങ്കിൽ വായ്പുണ്ണ. പിന്നെ വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ സ്കർവി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കണ. ഇതിൽ ഈ 4 വിറ്റാമിൻസും വളരെ ഇമ്പോർട്ടൻസ് ആണ്. 4 മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി ഇത് പലതവണ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ്. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? ഏതാണ്? വിറ്റാമിൻ ബി ഉൾപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം? വിറ്റാമിൻ എ. നിശാന്തത എന്തെന്നാണ് നോക്കുന്നത്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും മാത്രമാണ് അവർക്ക് കാഴ്ചക്കുറവുണ്ടാകുക. ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് അനീമിയ, അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഗോയിറ്റർ, കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഓസ്റ്റിയോപൊറോസിസ്. ഇത് 3 മുൻപും പല പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് 10th പ്രിലിംസ് പോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ചോദ്യങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അയണിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് അനീമിയ, അയണിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് ഗോയിറ്റർ, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് ഓസ്റ്റിയോപൊറോസിസ്. അയണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? അയഡിൻ. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? കാൽസ്യം. എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? മുകളിൽ നൽകിയിരിക്കുന്ന 2 പട്ടികകളും വിശകലനം ചെയ്ത് അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ചൊരു ലേഖനം തയ്യാറാക്കി ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കാൻ കുട്ടികൾക്കായിട്ടൊരു ആക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഓസ്റ്റിയോപൊറോസിസ്, ഗോയിറ്റർ ഇവ എന്താണെന്നാണ് പറയുന്നത്. ഓസ്റ്റിയോപൊറോസിസ് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഗോയിറ്റർ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിൽ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. പോഷക ഇതര ഘടകങ്ങൾ. പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. വാഴപ്പിണ്ടി മുറിച്ച് നോക്കി അവയിലെ നാരുകൾ നിരീക്ഷിക്കൂ. നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം? ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ പറഞ്ഞൊരു കുട്ടികൾക്ക് ചർച്ച കൊടുത്തിട്ടുണ്ട്. നാരുകൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസാണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു.
അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ച് വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതൊക്കെയെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. 2 ചിത്രങ്ങൾ തന്നിട്ട് ചിത്രം നിരീക്ഷിക്കൂ. ഒരു മാമ്പഴം മുറിച്ച് വെച്ചിട്ടുള്ളതും 1 മാമ്പഴം ജ്യൂസ് അടിച്ച് വെച്ചിട്ടുള്ളതും 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് കമ്പയർ ചെയ്ത് ഏതിലാണ് നാര് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത ജലം. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. ദെൻ ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം. മുമ്പ് ചർച്ച ചെയ്ത എല്ലാ പോഷകഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമുണ്ടോ? ഇല്ല. ഒരു ഭക്ഷ്യവസ്തുവിലെ പോഷകഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയല്ലേ നാം നികത്തുന്നത്? അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ഒരു ചർച്ചയാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേറ്റ് മാതൃകയാണ് പറഞ്ഞിട്ടുള്ളത്. പഴങ്ങൾ ഒരു പ്ലേറ്റിൽ വേണ്ട ഫുഡ്സ്: പഴങ്ങൾ 100 ഗ്രാം, പച്ചക്കറികൾ 400 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം ഇവ 85 ഗ്രാം, പാല്, തൈര് 300 മില്ലി, അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ 30 ഗ്രാം, കൊഴുപ്പുകൾ 27 ഗ്രാം, ധാന്യങ്ങൾ 260 ഗ്രാം. നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷകഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ഭക്ഷണ ചാർട്ടാക്കി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അരി, ഗോതമ്പ്, ധാന്യങ്ങൾ തുടങ്ങിയവയാണ്. കൊഴുപ്പ്: നെയ്യ്, മത്സ്യം, മാംസ്യം. വിറ്റാമിൻ: നെല്ലിക്ക, പപ്പായ, മാങ്ങ, നാരങ്ങ. ധാതുക്കൾ: ഇലക്കറികൾ, പച്ചക്കറികൾ. പ്രോട്ടീൻ: ചെറുപയർ, കടല, മുട്ട തുടങ്ങിയവയിൽ നിന്നും പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. ഇനി കുട്ടികൾ അവരുടെ 5 ദിവസത്തെ ഉച്ചഭക്ഷണവും വിഭവങ്ങളും അവയുടെ പോഷകഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചറുമായിട്ട് ചർച്ച ചെയ്ത് ബോക്സ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് കലോറിയാണ് പറയുന്നത്. ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഇതും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജം ലഭിക്കുന്നു. മറ്റ് നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി ലഭിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ചെലവ് കുറഞ്ഞതും പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ? അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്കൂളിൽ തന്നെ പച്ചക്കറി കൃഷി സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്നും വേണ്ടുന്ന പച്ചക്കറി എടുത്ത് നമുക്ക് പോഷക സമൃദ്ധമായ വിഭവങ്ങൾ തയ്യാറാക്കാം. അടുത്തതായി പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ പോഷകമൂല്യം നഷ്ടമാകുന്നു. അതുപോലെ കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നത്, കൂടുതൽ സമയം ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുന്നത്, ഇതെല്ലാം പോഷകമൂല്യം നഷ്ടമാകാനായിട്ട് കാരണമാവുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ആഹാരത്തിലെ പോഷകഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്നും ഈ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ചാപ്റ്ററിൽ തുടർ പ്രവർത്തനങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കാം. തുടർ പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് ചെയ്തു തരുന്നതായിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ
വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.